വിചാരം, നമ്മൾ എന്താകുന്നു വായ്കൊണ്ട് പറയുന്നത്, കർത്താവിനോട് എന്താകുന്നു സംസാരിക്കുന്നതെന്ന് ശ്രദ്ധ വെച്ചാണ് കർത്താവ് കേൾക്കുന്നത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ കർത്താവിനെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയാതെ ലോകപ്രകാരം തിന്നും കുടിച്ചും ആനന്ദിച്ചും യാതൊരു വിചാരവും വികാരവും ഇല്ലാതെയായി പോയാൽ കല്ലുകൾ പോലെ ആയിപ്പോകും. പ്രൈസ് ദി ലോർഡ്, ആമേൻ. എന്നാൽ ദൈവത്തിന് മഹത്വം നമ്മൾ വായിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പുറത്തു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ചെയ്ത നന്മകൾ, അനുഗ്രഹങ്ങൾ, ആമേൻ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, അവരെ ഇതുവരെ പഠിക്കുവാനുള്ള ബുദ്ധി, അവർക്ക് പഠിക്കുവാനുള്ള സാഹചര്യങ്ങളെ രക്ഷകർത്താക്കൾ ഒരുക്കി കൊടുത്തത്, അതിനെയൊക്കെ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, തിരിച്ച് നോക്കണം പിള്ളേർ. ആമേൻ, സ്തോത്രം. ദൈവത്തെ തിരിച്ചറിയണം. ആമേൻ, ദൈവമാണ് നമ്മളെ അപ്പനും അമ്മയ്ക്ക് നൽകിയത്. ആമേൻ, പ്രത്യേകം നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് ഈ ലോകത്തിൽ ജനിച്ചത് തന്നെ അപ്പനും അമ്മയുടെയും ഹല്ലേലൂയ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായിട്ടും അവർക്ക് ലഭിച്ച ദാനമായിട്ടും ആകുന്നു. പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. പിള്ളേരെ കുറിച്ച് എന്താ പറയുന്നത്? ദൈവവചനം പറയുന്നത്, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലവും. ആമേൻ, ആമേൻ. അവയെ കൊണ്ട് അവനാഴി നിറച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് ദൈവവചനം പറയുന്നത്. പൈതങ്ങൾ ഉണ്ടാകണം, നമ്മുടെ ഭവനങ്ങളിൽ പൈതങ്ങൾ ഉണ്ടാകണം, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകണം. പുത്രസമ്പത്ത് ദൈവത്തിൻ്റെ പ്രതിഫലമാണ്. ആമേൻ, അവയെക്കൊണ്ട് ആവരാഴിക നിറച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയാണ്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ദൈവമേ, നാളുകളിൽ പൈതം കുഞ്ഞുങ്ങളിൽ നിന്ന് ദൈവത്തിന് പുകഴ്ച വർദ്ധിച്ചു വരേണ്ട നാളുകളാണ് നമ്മൾ. സ്തോത്രം. കർത്താവ് പറഞ്ഞത് വേറെ ആരും നോക്കിയിട്ടല്ല, പിള്ളേരെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ഇവരാർത്തില്ലെങ്കിൽ കല്ലുകളാർക്കും. അതുകൊണ്ട് പിള്ളേരെക്കുറിച്ച് എനിക്ക് ഒത്തിരി വിഷമം കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് ലോകപ്രകാരം ഭക്ഷണം പാനീയമൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ നല്ല വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ രക്ഷകർത്താക്കൾ ഒരുക്കി, അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷിച്ച് പാനം ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും സന്തോഷിക്കുന്ന അനുഭവങ്ങളിലേക്ക് പോകാൻ വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ദൈവത്തെ കൂടെ തിരിഞ്ഞു നോക്കുന്ന ഒരു അനുഭവം കൂടെ നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ടായിരിക്കും. ദൈവമാണ് നമ്മളെ എല്ലാ നന്മകളും നൽകിയതെന്നുള്ള ബോധോദയത്തോടെ നമ്മൾ മുൻപോട്ട് പോയാൽ ദൈവത്തിൽ നിന്നുള്ള കടാക്ഷവും പ്രീതിയും നന്മയും ഒക്കെ കർത്താവ് പിന്നെയും നമുക്ക് പകരുവാനിടയിൽ തീരും. ഹല്ലേലൂയ. പകൽക്കാലത്തിൽ സാക്ഷി പറഞ്ഞ മുഴുവൻ പേരെയും പ്രത്യേകാലെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകാല് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയിൽ 2026 ആണ്ടിൽ നടന്ന SLC പരീക്ഷയിൽ പൈതങ്ങൾക്ക് ജയം കർത്താവ് നൽകി. പ്രത്യേകാല് അമ്പാടിയുടെ ജീവിതത്തിൽ, അമ്പാടിയാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത് ഇപ്പോൾ. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിലും കർത്താവ് അവനെ മാനിച്ചു. നമ്മുടെ സഭയുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആത്മാക്കളുടെ പ്രാർത്ഥന, ശുദ്ധേറിയ പ്രാർത്ഥനകളൊക്കെ കേട്ട കർത്താവ് നമ്മുടെ സഭയിലെ കുഞ്ഞിന് സ്തോത്രം സന്തോഷത്തിന് കുറവ് വരാതെ വണ്ണം അവൻ്റെ പ്രാർത്ഥനകൾ, യാചനകൾക്ക് മറുപടിയായി ഒരു വിജയം അവന് നൽകുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ആഴ്ചയിലെ അമ്പാടി ഒക്കെ കൊണ്ടുവന്ന് സഭയിലകത്ത് തൻ്റെ സന്തോഷം പങ്കിടുവാനിടയിൽ തീർന്നു. നമ്മൾ പിന്നെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ഭവനത്തിലായിരുന്നാലും നമ്മുടെ സഭയിലായിരുന്നാലും ഹല്ലേലൂയ, സമ്പത്ത്. അവരാണ് സമ്പത്ത്. അവർ വിചാരിച്ചാൽ എന്തെങ്കിലും സഭയ്ക്കകത്ത് നടക്കുകയുള്ളൂ. അവർ മിണ്ടാതായി പോയാൽ ഒന്നും നടക്കത്തില്ല. പിന്നെ പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പിള്ളേരുടെ അടുത്ത്, പ്രത്യേകിച്ച് മുതിർന്നവർക്ക് ദൈവത്തെ ആരാധിക്കുവാനൊക്കെ ഒത്തിരി അറിയാം. അവർ ഹൃദയമൊക്കെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും, ആരാധിക്കും. നമ്മൾ ഹൃദയമൊക്കെ ശരീരമൊക്കെ അത് വിട്ടുകൊടുക്കും. എന്നാൽ പൈതങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. എന്തെന്ന് ചോദിച്ചാൽ, പിശാച് ഈ കാലഘട്ടത്തിനിടയിൽ പലരെയും ബന്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥകളുടെ നടുവിലാണ്. എങ്ങനെയാണ് പിള്ളേരെ ബന്ധിക്കുന്നത് പിശാച്? മൊബൈൽ ഫോണുകളിലൂടെ ഒത്തിരി പിടിച്ചിരിക്കുകയാണ്. മൊബൈൽ ഫോണുകൾ അവരുടെ കയ്യിൽ കൊടുത്തിട്ട്, സാത്താൻ കൊടുത്തിട്ട്, അതിലുള്ള മോഹങ്ങളെ, അതിലുള്ള കാഴ്ചകളിലേക്ക് ഇങ്ങനെ ചുരുക്കി വച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വിശാലമായി നടക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുമ്പോൾ സാത്താൻ നമ്മുടെ പിള്ളേരെ
ആമേൻ മൊബൈൽ ഫോണുകളിലും TV മാധ്യമങ്ങളിലും മറ്റുള്ള ക്രമീകരണങ്ങൾ ഒതുക്കി വച്ചിരിക്കുകയാണ്. അത് ഈ നാളുകളിൽ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആവണം. അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം ഒന്ന് വായിച്ച് ഒന്ന് പറയാൻ തയ്യാറാവുമ്പോൾ അനേക പൈതങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പിശാചി ലജ്ജിച്ച് നാണിച്ച് ഓടിപ്പോകുവാനിടയിൽ തീരും. ആമേൻ, ആമേൻ. കർത്താവ് പറഞ്ഞ ഈ പൈതങ്ങൾ ദൈവത്തിന് പുകഴ്ച കൊടുത്തില്ലെങ്കിൽ ഈ കല്ലുകൾ കൊടുത്തു കളയുമെന്നാണ്. കല്ലിന് വല്ല ജീവമല്ല ഉണ്ടോ? കല്ലിന് ജീവനുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? കല്ലിന് ഇല്ല, കല്ലിന് ജീവനില്ല. പക്ഷെ കല്ലിനെ ജീവിപ്പിക്കും കർത്താവ്. അബ്രഹാമിനോട് ഒരിക്കൽ ഇങ്ങനെ ദൈവം പറഞ്ഞു, ആമേൻ, അബ്രഹാമിന് ആമേൻ ഈ കല്ലുകളിൽ നിന്ന് മക്കളെ കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ അങ്ങനെ പറഞ്ഞ എന്താണ്? അബ്രഹാമിന് മക്കളെ കിട്ടാതെ ഒത്തിരി ബുദ്ധിമുട്ടിയൊക്കെ എന്നാണ് ഇരിക്കുന്ന ഒരു അനുഭവത്തിന് നടുവിലായിരുന്നു. ആമേൻ. അബ്രഹാമിന് മക്കളൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷെ ആത്മീകമായുള്ള മക്കളെ കിട്ടണം. നമുക്കിവിടെ ആത്മീയമായിട്ടുള്ള മക്കളെയാണ് ആവശ്യം. ഭൗമികമായിട്ടുള്ള മക്കളെ കൊണ്ട് ആവശ്യമില്ല. അവരെ കൊണ്ട് നമുക്ക് യാതൊരു ഫലവും ഇല്ല. നമ്മുടെ പിള്ളേർ ആമേൻ നമ്മൾ തിന്നും കുടിച്ചും ആനന്ദിച്ചും ലോകപ്രകാരം തിരിഞ്ഞിരുന്നാൽ അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വീട്ടുകാർക്കുമില്ല, നാട്ടുകാർക്കുമില്ല, സഭയ്ക്കുമില്ല, അവർക്ക് ആർക്കുമില്ല, ദൈവത്തിനുമില്ല. അത് പിശാചാണ് അങ്ങനെ കുരുട് പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ലോണം ഓർത്തുകൊള്ളണം. നല്ലോണം ഓർത്തുകൊള്ളും. നമ്മുടെ സൃഷ്ടാവായ കർത്താവിനെ ഓർത്തുകൊള്ളും. ഒന്ന് ഹൃദയത്തിൽ നിന്ന് സ്പർശിച്ചവർ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്പർശിച്ചവർ ആരൊക്കെ ഒന്നുണ്ടെന്ന് നോക്കട്ടെ. ആമേൻ. കാര്യം ഉയർത്തുവാനേ, ദിവ്യമളെ ഉയർത്തുന്നില്ലേ? ഇതൊന്ന് ഹൃദയത്തിൽ കയറുന്നില്ലേ? കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം ഹൃദയത്തിൻ്റെ അകത്ത്. നമ്മളെന്നാൽ മാത്രമേ പഠിച്ചു വളർന്നു വലുതായി വരുള്ളൂ. ദൈവത്തിന് ഫലം പുറപ്പെടുവിച്ചവൻ തക്കവണ്ണം ദൈവം നമ്മളെ ഒരുക്കം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ആമേ. പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങളുണ്ട്. അതിന് പുതിയ അധ്യയന വർഷത്തിൽ കർത്താവേ ഈ പുതിയ അലോട്ട്മെൻറ്റിൽ പൈതങ്ങൾക്ക് ആമേൻ ഒന്നാമത് തന്നെ ലഭിക്കത്തക്ക തരത്തിൽ അഡ്മിഷൻ ഒന്നാമത് ലഭിക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ. അമ്പാടിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകാലം സാക്ഷി പറഞ്ഞ ആമേൻ മുഴുവൻ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനങ്ങളിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകാലം സങ്കടങ്ങൾ പറഞ്ഞ മാതാക്കന്മാരുണ്ട്, അവരുടെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിച്ചടേ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രമപ്പ. ഇന്ന് പകൽക്കാലത്തിൽ ഞങ്ങൾ സഭയായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് ആമേൻ അങ്ങേ ആരാധിപ്പാനും പിന്നെയും അങ്ങയുടെ സന്നിധിയിൽ സാക്ഷി പറയുവാനും തൻ്റെ മക്കളെ ഒരുക്കിയല്ലോ അപ്പ. നന്ദി പറയുന്നു. എല്ലാവരുടെ ജീവിതത്തിൽ ആമേൻ ഇതൊരു നാഴികക്കല്ലായിരിക്കട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തലത്തിലുമുള്ള വിടുതലുകളെ അങ്ങ് തൻ്റെ മക്കൾക്ക് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമമഹത്വത്തിനായി തീരട്ടെ അപ്പ. പ്രത്യേക കുഞ്ഞുങ്ങളെ അങ്ങ് വിനിയോഗിക്കണമേ, അങ്ങ് ആകർഷിക്കണമപ്പ. അങ്ങയുടെ വചനമയച്ച് അങ്ങയിൽ ആമേൻ അങ്ങ് ആകർഷിച്ചിട്ടല്ലാതെ ആരും കർത്താവിൽ വരുന്നില്ലല്ലോ കർത്താവേ. അങ്ങ് പകൽക്കാലത്തിൽ എല്ലാവരെയും ആകർഷിച്ച് ആമേൻ കൊണ്ടുവന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. എല്ലാവരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആമേൻ. എല്ലാവരുടെയും മുതിർന്നവരുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളെ കർത്താവ് മാറ്റി ആമേൻ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ പിന്തുടരുമെന്ന് വിശ്വാസത്തോടെ പറയത്തക്ക നിലവാരത്തിലേക്ക് ഓരോരുത്തരെ ഉയർത്തുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾ യാചന കേട്ട കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നല്ല നിമിഷങ്ങളെ ഓർത്ത് പിന്നെയും ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവങ്ങളൊന്ന് കരവെടുത്ത് ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറഞ്ഞു ആമേൻ സ്തോത്രം, പുതുതായി ഇല്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ സാധ്യമല്ല എന്ന് പറയും. പുതുതായി ജനിക്കണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഒരുമിച്ച് പുതുതായി ജനിച്ചവരാണ് നമ്മൾക്ക് ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. നല്ല പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം.
ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ സഭയായി 147 സങ്കീർത്തനം നമ്മൾ വായിപ്പാനിടേത്. അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദൈവവചനത്തെ നമ്മൾ വായിപ്പാനിടയിൽ തീർന്നു. 47 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ ഹല്ലേലൂയ 10 വരെയുള്ള വചനങ്ങൾ. അതിൻ്റെ പ്രാരംഭത്തിങ്കൽ 1, 2 147 1, 2, 3 വചനങ്ങൾ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ പിന്നെയും ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ കൂടി വന്ന മുഴുവൻ പേരെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇന്നലെ നമ്മുടെ ആമേൻ നമ്മുടെ സെൻട്രലിൽ നമ്മുടെ നിയർ ഡാം സെന്ററാണ് നമ്മുടെ മൈക്ക് മറ്റത് പറ്റില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന വൺ ഡേ സെമിനാർ നടക്കുവാനിടയിൽ തീർന്നു. നമുക്ക് YPCയുടെയും സൺഡേ സ്കൂളിൻ്റെയും നേതൃത്വത്തിലുള്ള വൺ ഡേ ക്യാമ്പായിരുന്നു നടന്നത്. നമുക്ക് ചിലർക്കൊക്കെ കടന്നു പോകാൻ ദൈവം അവസരം നൽകി. അനിൽ കൊടിത്തോട്ടമായിരുന്നു മുഖ്യപ്രാസംഗികനായി കടന്നു വരുവാനിടയിൽ തീർന്നു. നമുക്ക് സഭയായി കടന്നു പോകാനുള്ള ഭാഗ്യം കർത്താവ് നൽകി. കടന്നു വന്നവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. നമ്മൾ പിന്നെയും നമ്മുടെ സഭയായിട്ടുള്ള കാര്യാദികളിലൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടി പിന്നെയും നമ്മൾ ഒരുങ്ങാം. നമുക്ക് എല്ലാം നമുക്ക് ദൈവം ഒരുക്കും പോലെ നമുക്ക് മുൻപോട്ട് പോകാം. പ്രത്യേകാല് ഇന്ന് പകൽക്കാലത്തിലേക്ക് കൂടി വന്ന മുഴുവൻ പേരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം എൻ്റെ സ്നേഹവന്ദനത്തെ നിങ്ങളോട് ഞാൻ പിന്നെയും അറിയിക്കുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലത്തിൽ 1-2 ദൈവിക ആലോചനകളെ ചിന്തിക്കുവാൻ വേണ്ടി ദൈവനാമത്തിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഒരു വചനം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 22-23 വചനം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് രക്ഷ നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് എന്ന് ദൈവവചനം പറയുകയാണ്. നമ്മളിന്ന് ദൈവവചനം ചിന്തിക്കുന്ന ഒരു സമയമാണ്. ദൈവവചനം എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് അറിയത്തില്ല. കുഞ്ഞുങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവർ കളിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. ദൈവവചനം കേൾക്കാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് കളിക്കുക, ചിരിക്കുക എന്നുള്ളതാകുന്നു. ദൈവവചനമൊക്കെ അവർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകണമെന്നില്ല. മനസ്സിലാക്കിയത് നല്ലത്. ഹല്ലേലൂയ, ആമേൻ. ദൈവവചനം മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലത്. ദൈവവചനത്തിലൂടെ എന്താ പറയുന്നത്? ഇത് ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്നാണ് ദൈവവചനം. നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കണം. കളിക്കുകയും ചിരിക്കുന്നതിൽ ഉപരി അതിന് അതീതമായിട്ട് നമ്മൾ ദൈവവചനം കേട്ടനുസരിക്കണം. ഇന്ന് പകൽക്കാലത്തിൽ ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്താ? രക്ഷ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ആമേൻ. സ്വതം ഇവിടെ പറയുന്നത് രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. രക്ഷയെക്കുറിച്ച് നമ്മളെല്ലാവർക്കും നമുക്ക് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് നമ്മളൊക്കെയും മുൻപോട്ട് പോകുന്നത്. രക്ഷയ്ക്കായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടണം? നമുക്ക് ആത്മീകമായി, ഭൗമികമായി, ശാരീരികമായി, സാമ്പത്തികമായി, കുടുംബപരമായി എല്ലാ തലത്തിലും രക്ഷപ്പെടണം. പ്രത്യേകിച്ച് നമ്മളെല്ലാം അറിവുള്ളവർ മുഴുവനും അങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പിള്ളേരുടെ ജീവിതത്തിൽ അവർക്ക് രക്ഷയൊന്നും വേണ്ട കേട്ടോ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് രക്ഷ വേണ്ട. അവർ കളിക്കുക, ചിരിക്കുക, ആനന്ദിക്കുക. അവരുടെ ആ സ്റ്റേജ് അങ്ങനെയാണ്. കളിക്കുക, ചിരിക്കുക, ആനന്ദിക്കുക. രക്ഷ എന്ന് പറഞ്ഞ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അറിയാമോ?
കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ രക്ഷ എന്താകുന്നു? രോഗത്തിൽ നിന്ന് രക്ഷ വേണം, വ്യാധികളിൽ നിന്ന് രക്ഷ വേണം. രോഗം ഉണ്ടാകുമ്പോൾ, ദീനം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അയ്യോ എന്ന് വിളിക്കുന്നുണ്ട് നമ്മൾ. അമ്മേൻ ബുദ്ധിമുട്ടുന്നുവെന്ന് നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി എത്ര പേര് കാംക്ഷിക്കും. ഹല്ലേലൂയ. രക്ഷയെന്ന് പറഞ്ഞാൽ എന്താകുന്നു? ആമേൻ. രക്ഷയെന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. കുഞ്ഞുങ്ങൾക്കറിയാമോ ശിക്ഷയിൽ നിന്ന് ഉള്ള വിടുതൽ? ആമേൻ. ഒരു ഭവനത്തിൽ ആമേൻ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആമേൻ അവിടെ രക്ഷകർത്താക്കൾ അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ശിക്ഷിക്കാറുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ അവർ രക്ഷയെക്കുറിച്ച് തിരിച്ചറിയാതെ ശിക്ഷയിലേക്ക്, ലോകപ്രകാരമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ശിക്ഷയിലേക്ക് അങ്ങ് പോകുന്നത്. ശിക്ഷിക്കപ്പെടും. ലോകപ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കൃത്യമായി ശിക്ഷിക്കപ്പെടും. ദൈവപ്രകാരം ജീവിക്കുകയാണെങ്കിൽ രക്ഷകർത്താക്കൾ പറയും പോലെ, പാസ്റ്റർമാർ ദൈവം പറയുന്നത് പോലെ, ദൈവവചനം പറയുന്നത് പോലെ കേട്ടനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ ശിക്ഷിക്കപ്പെടത്തില്ല, നമ്മൾ രക്ഷിക്കപ്പെടുവാനിടയെ തീരും. ഹല്ലേലൂയ. ദൈവം നമ്മൾക്ക് വേണ്ടി ആമേൻ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും രക്ഷ ഒരുക്കി വച്ചിരിക്കുകയാണ്. അത് യഹൂദന്മാരിൽ നിന്നാകുന്നു രക്ഷ എന്നാകുന്നു ദൈവവചനം പറയുന്നത്. രക്ഷ ആമേൻ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് എന്ന് ദൈവവചനം പറയുന്നുണ്ട്. യഹൂദൻ എന്ന് പറഞ്ഞ ആരാകുന്നു ദൈവമക്കളെ? യഹൂദന്മാരെന്ന് പറയുന്നത് ദൈവത്തെ പാടി ആരാധിക്കുന്നവർ, പാടി സ്തുതിക്കുന്നവർ, പാടി മഹത്വപ്പെടുത്തുന്നവർ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ, അവരാകുന്നു യഹൂദൻ. ആ യഹൂദന് മാത്രമേ രക്ഷപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിൽ ആരായിരുന്നാലും, ഏത് വർണ്ണ ഭാഷ ഗോത്ര കുലങ്ങളിൽ പെട്ടവരായിരുന്നാലും, നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ, രക്ഷയെ നമ്മൾ കാണുവാനിടയാക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തോട് ആമേൻ ദൈവത്തെ പാടി ആരാധിക്കാതെയും ദൈവ ശബ്ദം കേൾക്കാതെയും കർത്താവിനെ അനുഗമിക്കാതെയും ഇരുന്നാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന നമ്മൾ ആരും പ്രാപിച്ചെടുക്കത്തില്ല. നമ്മൾ തികഞ്ഞ പരാജയത്തിലേക്ക് പോകും. നമ്മൾ തികഞ്ഞ ശിക്ഷണ നടപടികളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടേ തീരും. ഹല്ലേലൂയ. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും ആമേൻ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ ദൈവം ഒരുക്കിയിരുന്ന നന്മകൾ ആമേൻ നമ്മൾ പ്രാപിച്ചെടുക്കാതെ ലോകപ്രകാരം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ശിക്ഷാപാത്രമായി തീരുന്നതായി കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി ആമേൻ പ്രയാസകരമാകുന്ന അനുഭവങ്ങൾ എന്തിനാ കയറി വരുന്നത്? അത് ശിക്ഷണ നടപടികളാണ്, പ്രയാസകരമാകുന്ന അനുഭവങ്ങൾ. ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ അടിക്കുന്നു എങ്കിൽ അതിന് ശിക്ഷയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ശിക്ഷിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് രക്ഷയ്ക്കായിട്ട് വേണ്ടി ശിക്ഷിക്കുന്നു, രക്ഷയ്ക്ക് വേണ്ടി ശിക്ഷിക്കുന്നു. ആമേൻ. ആ ഒരു ബാലന് അല്ലെങ്കിൽ ഒരു ബാലികയ്ക്ക് ആമേൻ രക്ഷയെക്കുറിച്ച് തിരിച്ചറിയാതെ ലോകപ്രകാരം ആമേൻ അവർ മുൻപോട്ട് പോകും, കളിച്ച് ചിരിച്ചുമൊക്കെ മുൻപോട്ട് പോകുമ്പോൾ അവർ ശിക്ഷിക്കാതെ വിട്ടാൽ ഒരിക്കലും അവർ രക്ഷയിലേക്ക് വരത്തില്ല. അതുകൊണ്ട് രക്ഷിക്കുവാൻ വേണ്ടി അവർ ശിക്ഷിക്കുന്നു. ദൈവജനം പറയുന്നു എന്നിങ്ങനെ ആമേൻ ബാലശിക്ഷയെ നിരസിക്കരുത്. ആമേൻ. ഒരപ്പൻ മക്കളെ പലപ്പോഴായി ശിക്ഷിക്കാറുണ്ട്. ആമേൻ. എന്തിനും ചോദിച്ചാൽ അപ്പൻ അധികമായി ആമേൻ തൻ്റെ മകളെ സ്നേഹിക്കുന്നത് കൊണ്ടാകുന്നു അവർ തെറ്റിപ്പോകാതിരിക്കുവാൻ വേണ്ടി ശിക്ഷണ നടപടികളിൽ ഏർപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ദൈവം സ്നേഹിച്ചവരാകുന്നു യഹൂദന്മാര്. യഹൂദയെ എന്തിനു വേണ്ടിയാകുന്നു? യഹൂദൻ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തത്? ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി. ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ, ദൈവവചനം ആമേൻ പ്രസംഗിക്കുവാൻ, ദൈവവചനപ്രകാരം പ്രാർത്ഥിക്കുവാൻ, ദൈവവചനപ്രകാരം നടക്കുവാൻ, ദൈവത്തിന് പുകഴ്ച കൊടുക്കുവാൻ വേണ്ടി യഹൂദനെ ദൈവം തിരഞ്ഞെടുക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ആമേൻ യഹൂദന്മാര് നേരെ നിൽക്കാതെ പോയാൽ അവരെ ദൈവം അടിക്കും. നമ്മളായിരുന്നാലും നമ്മൾ ദൈവസന്നിധിയിൽ നേരെ നിൽക്കാതെ പോയാൽ, നമ്മൾ കുടുംബതലത്തിലായിരുന്നാലും ദൈവസഭയിലൂടെ ആയിരുന്നാലും നമ്മളെ ദൈവം അടിക്കും. നേരെ നിൽക്കാതെ പോയാൽ നമ്മൾ ദൈവമക്കൾ തന്നെയാകുന്നു, ദൈവത്തിന് ആരാധന കൊടുക്കുന്നവർ തന്നെയാകുന്നു, ദൈവത്തിന് പുകഴ്ച കൊടുക്കുന്നവർ തന്നെയാകുന്നു. എങ്കിലും തക്ക രീതിയിൽ തക്കതായ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ വന്നാൽ ദൈവം നമ്മളെ അടിക്കും. അതേപോലെ യഹൂദന്മാരെ ദൈവം അടിക്കും. ഇസ്രായേൽ മക്കളായിരുന്നാലും ആരായിരുന്നാലും
അവരെ ദൈവം ശിക്ഷിക്കുവാനിടയായി തീർന്നു. ആമേൻ. എന്നാൽ ശിക്ഷയിലൂടെ ഒരു രക്ഷയെ ദൈവാന കർത്താവ് ഒരുക്കിയിരിക്കുകയാകുന്നു. ആമേൻ. രക്ഷ എന്ന് പറയുന്നതിൻ്റെ സാരാംശം ശിക്ഷയിൽ നിന്നുള്ള വിടുതലാകുന്നു രക്ഷ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഈ പ്രകാരം ആമേൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ റോമർക്കെഴുതിയ ലേഖനത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ഈ രഹസ്യം നിങ്ങൾ എത്ര പേര് ഗ്രഹിക്കുന്നുണ്ട്? ശ്രദ്ധിക്കാതിരിക്കരുത്. ഈ രഹസ്യം, ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന രഹസ്യത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും ബോധവാന്മാരായിരിക്കണം. ബോധവാന്മാരായില്ലെങ്കിൽ ഹല്ലേലൂയ, ഈ ആമേൻ ഹല്ലേലൂയ രഹസ്യം, ഞാൻ പറയാൻ പോകുന്ന രഹസ്യം ദൈവവും നമ്മളുമായിട്ട് ആമേൻ ശിക്ഷണ നടപടികളും രക്ഷയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള ആമേൻ ഈ രഹസ്യം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം എന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വരുമ്പോൾ റോമർ 11-ന്റെ 25-26 വചനം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത് എന്തെന്ന്. ഒന്ന്, സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന്. ആമേൻ. ഈ രഹസ്യം, ഒരു രഹസ്യം പദ്ധതി ദൈവം ഒരുക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാകുന്നു ശിക്ഷയും രക്ഷയും. ശിക്ഷയിലൂടെ രക്ഷ. ആമേൻ. യഹൂദനിലൂടെ, ആരാധിക്കുന്നവനിലൂടെ മാത്രം രക്ഷ. ആരാധ്യനിലൂടെ രക്ഷ. ആരാധിക്കുന്ന മക്കൾക്ക് മുഴുവൻ പേർക്കും രക്ഷയുണ്ട്. അത് മറ്റാർക്കുമില്ല. ആരാധിക്കുന്നവർ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും പാടി ആരാധിക്കുന്നവർക്ക് മാത്രമാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയെ അനുഭവിക്കാനിടയാകുന്നതെന്ന് ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. വായിച്ചാൽ പോലെ നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ. ആമേൻ. അവിടെ പറയുന്നത് ഈ രഹസ്യമാണ് കേട്ടോ. ജാതികളുടെ ഈ രഹസ്യം നിങ്ങൾ ഗ്രഹിച്ചു കൊള്ളണം. ഈ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ആമേൻ. ഇതാ മതി പറയാം, വായിക്കാം. രഹസ്യം. ഹല്ലേലൂയ. ഇസ്രായേലിന് എന്താ വായിച്ചത്? ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയപ്പെടുന്നത് ആമേൻ എന്താ അതിന്റെ മുൻവചനം എന്താണ്? അതിന്റെ സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി ഇസ്രായേലിന് പറയപ്പെടുന്ന ആമേൻ ഇസ്രായേലിന്റെ പൂർണ്ണസംഖ്യ. അവിടെ പറയപ്പെടുന്ന ഇസ്രായേലിന്റെ പൂർണ്ണസംഖ്യ. നമ്മൾ ആരാണ്? നമ്മൾ ഇസ്രായേൽ മക്കളാണ്. നമ്മൾ ആത്മീക ഇസ്രായേലാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ. കർത്താവിൻ്റെ മാർഗത്തിലേക്ക് തിരിയപ്പെട്ട നമ്മൾ ഓരോരുത്തരും ആമേൻ നമ്മൾ ഇസ്രായേലിയരാണ്, യഹൂദന്മാർ. നമ്മൾ ദൈവത്തെ പാടി ആരാധിക്കുന്നവരാണ്. അങ്ങനെ ഇവിടെ പറയപ്പെടുന്ന ഇസ്രായേലിന്റെ സംഖ്യ ഇസ്രായേലിന്റെ സംഖ്യ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ സംഖ്യ കൂടി വരുവോളം എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ സംഖ്യ എന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു വചനം പറയും, ഇസ്രായേൽ മക്കളുടെ സംഖ്യ കടൽക്കരയിലെ മണൽത്തരി പോലെ ആയിരുന്നാലും ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ എന്നൊരു വചനം പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ സംഖ്യ ആമേൻ ആമേൻ യഹൂദനായിക്കൊള്ളട്ടെ ആരായിക്കൊള്ളട്ടെ, ലോകത്തിലെ ഇസ്രായേൽ മക്കളുടെ സംഖ്യ കടൽക്കരയിലെ മണൽത്തരി പോലെ ഇരുന്നാലും ഒരു ശേഷിപ്പ് മാത്രം രക്ഷിക്കപ്പെടും. അതിൻ്റെ നടുവിൽ ചിലപ്പോൾ അവർ ആമേൻ യഹൂദന്മാർ മുഴുവനും ഇസ്രായേലിയർ മുഴുവനും ലോകപ്രകാരമുള്ളവർ മുഴുവനും രക്ഷിക്കപ്പെടണമെന്നില്ല. ഹല്ലേലൂയ, രക്ഷിക്കപ്പെടണമെന്നില്ല. എന്നാൽ ആമേൻ ഈ സംഖ്യ എത്രയായിരുന്നാലും അവർക്ക് കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്നാകുന്നു. കാഠിന്യം എന്തിനെന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാകാത്തൊരു മർമ്മമാണ് കാഠിന്യം. ആർക്കും മനസ്സിലാകാത്ത, പിള്ളേർക്ക് പ്രത്യേകിച്ച് മനസ്സിലാകത്തില്ല. നല്ല അടി കിട്ടുമ്പോൾ അവർ ചൂര വടി കൊണ്ടുള്ള അടി കിട്ടുമ്പോൾ ആ കാഠിന്യത്തിൻ്റെ വേദന അവർക്കൊന്ന് മനസ്സിലാകും.
നമ്മളൊക്കെ മുതിർന്നവർ ഒരുപാട് കാഠിന്യം നിമിത്തം ഒത്തിരി അടികളൊക്കെ കൊണ്ടിട്ടുള്ളവരാണ് നമ്മൾ. പ്രൈസലോ. എന്നാൽ ദൈവം ഇസ്രായേൽ മക്കളുടെ സംഖ്യയെ കാഠിന്യം അനുഭവിപ്പിച്ചു വച്ചിരിക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ തങ്ങൾ അനുഭവിക്കുന്ന കാഠിന്യ നിമിത്തം തങ്ങൾ യഥാർത്ഥ ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുവാനായി പുറത്തു വരുവാനിടയിൽ തീരും, യഥാർത്ഥമായി ഏൽപ്പിച്ചു കൊടുക്കുവാനിടയിൽ തീരും. ലോകപ്രകാരം നടന്നു കളയാതെ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ യഹൂദൻ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ നല്ല വിശ്വാസികൾ അല്ലെങ്കിൽ ഞങ്ങൾ പാരമ്പര്യം പറയാനുള്ളവർ എന്തൊക്കെ പറഞ്ഞ് ഒത്തിരി അങ്ങ് നടക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാഠിന്യമേറിയ അനുഭവങ്ങൾ നമ്മൾ ഓർത്തിട്ട് മനം തിരിഞ്ഞ് വരുവാനിടയിൽ തീരും. അവളെ തുറന്ന് അവിടെ വായിച്ചാലും ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. എങ്ങനെയെന്ന് ചോദിച്ചാൽ കാഠിന്യത്തിലൂടെ. നമ്മൾ എന്തെങ്കിലും കാഠിന്യം അനുഭവിക്കുന്നുണ്ടോ ദൈവങ്ങളെ? ഇസ്രായേലിനെ നിങ്ങൾ ആരും ഗ്രഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. വചനമൊന്നും ആരുടെ ഹൃദയത്തിൽ ഇല്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. ഞങ്ങളാരും കാഠിന്യം അനുഭവിക്കില്ല. കാഠിന്യം എന്താണ്? കാഠിന്യം കഠിന ശോധന, കഠിന വേദന, കഠിന ബുദ്ധിമുട്ട്, കഠിനമായ ബുദ്ധിമുട്ട്, കഠിനമായ ശിക്ഷ. ഒത്തിരി ശിക്ഷണ നടപടിയിലൂടെ നമ്മൾ കടന്നു പോകുന്നവരല്ലേ? സമാധാനമുണ്ടോ ഭവനത്തിൽ? ഒത്തിരി കഠിനമായി നമ്മൾ മുറിവേറ്റിരിക്കുന്നുവല്ലേ? കഠിനമായി മുറിവേറ്റിരിക്കുന്നുവല്ലേ? കഠിനമായി കഠിന ഭാരം, കഠിനമായി നമ്മുടെ ഭാരം കടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവമെന്ന് വിളിക്കും, ദൈവത്തെ വിളിക്കും. കടുക്കാതിരിക്കുമ്പോൾ വിളിക്കത്തില്ല. നമ്മുടെ ഭാരം വലുതാകുമ്പോൾ, നമ്മുടെ രോഗം വലുതാകുമ്പോൾ, നമുക്ക് പുറത്തു വരാൻ കഴിയാത്ത വിധം ബന്ധിക്കപ്പെടുമ്പോൾ, കഠിനമായി തീരുമ്പോൾ, എല്ലാവരും നിങ്ങളെല്ലാം വചനം അന്യപ്പെട്ടു പോകുന്നു, ആരുടെ ഹൃദയത്തിൽ കയറുന്നില്ല. പൈസലോട്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എന്നാൽ കഠിന ശോധനയിലൂടെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. അപ്പോഴും നമ്മുടെ അവിടെ ലാസ്റ്റ് വചനം വായിച്ചത് അപ്പോൾ എല്ലാവരും രക്ഷിക്കപ്പെടുമെന്നാകുന്നു. അല്ലെങ്കിൽ ആരും രക്ഷപ്പെടില്ല. കഠിന വേദനയിലൂടെ, കഠിന ശോധനയിലൂടെ, കഠിനമായ പരീക്ഷയിലൂടെ കടന്നു പോകാത്ത ആർക്കും ആമേൻ ഇവിടെ ഒരു രക്ഷയും പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ കഠിനമാകുന്ന ശോധനയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെടാൻ പോവുകയാണ്. നമ്മുടെ രക്ഷയുടെ മുൻപിലാണെന്നു ആമേൻ ഈ കഠിന ശോധന. ആമേൻ. പൗലോസിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിൽ കയറി വന്നു. കഠിനമായ ശോധനകൾ. ആമേൻ. കടലിലും കരയിലും അവന് നേരെ യുദ്ധം, സഹോദര സംഘത്താലുള്ള യുദ്ധം. കഠിനമേറിയപ്പോൾ, കഠിനമായി ആമേൻ കഠിന വേദന അനുഭവിച്ചപ്പോൾ ആമേൻ ദൈവത്തോട് പറഞ്ഞു, ഇനി മതി കർത്താവേ എന്ന് പറഞ്ഞു. അതിന് ഹല്ലേലൂയ ദൈവം പറഞ്ഞത് എൻ്റെ കൃപ നിനക്ക് മതി എന്ന്. അത് എല്ലാ ബലഹീനതകളുടെ, എല്ലാ കഠിന ശോധനകളിലും നിനക്ക് അതിനെ ജയമെടുക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ടായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. റോമർ ലേഖനം ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? അവിടെ ഇങ്ങനെ സ്തോത്രം ഈ കഠിന ശോധനയെ കുറിച്ച് ശരിക്കും മനസ്സിലായാൽ മാത്രമേ നമ്മൾ രക്ഷയെ കരസ്ഥമാക്കുവാൻ ഇടയായി തീരുന്നുള്ളൂ. ആമേൻ. നമ്മൾ ഇന്ന് ലോകപ്രകാരമുള്ള ഇസ്രായേൽ നോക്കിയാൽ, ലോകപ്രകാരമുള്ള ഇസ്രായേൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇന്ന് അവരുടെ ജീവിതത്തിൽ കഠിന ശോധന അവരനുഭവിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇസ്രായേലിൽ ഇസ്മായേലുമാര് യുദ്ധം നടക്കുന്നുണ്ട്. അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ നടുവിലാണ് ഇസ്രായേൽ ഇന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഠിനമാകുന്ന യുദ്ധം, കഠിനമാകുന്ന ഘോര യുദ്ധം. അവർക്ക് നേരെ ഒത്തിരി പേര് തിരിഞ്ഞിരിക്കുന്ന അനുഭവം. ഇസ്രായേലിൽ എങ്ങനെയെങ്കിലും കഠിനമായി ശിക്ഷിക്കണം, കഠിനമായി മുറിവേൽപ്പിക്കണം എന്ന് പറഞ്ഞ് ഇസ്ലാം വംശക്കാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആമേൻ. എങ്ങനെയെങ്കിലും അവരെ ഉന്മൂലനം ചെയ്യണം. ഇസ്രായേലിനെ ദൈവത്തെ പാടി സ്തുതിക്കുന്നവർ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരെ എങ്ങനെയും നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് സാത്താൻ എന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. സാത്താൻ വാടകോരി നിൽക്കുന്ന കഠിന ശോധനകളിട്ട് പോരാടുന്ന
പോരാട്ടങ്ങളുടെ നടുവിലാണ്. അങ്ങനെ ഞാനൊന്ന് ചിന്തിച്ചെന്ന് ഇസ്രായേൽ മക്കളൊക്കെയും ആമേൻ തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന ഈ കഠിന ശോധന എന്തെന്നൊന്ന് തിരിച്ചറിഞ്ഞ് രക്ഷയിങ്കലേക്ക് ഒന്ന് ശരിയായിട്ട് തിരിഞ്ഞു വരുമ്പോൾ അവരുടെ ഈ കഠിന ശോധനയും യുദ്ധവും പോരാട്ടവും ആമേൻ ഭീകരാക്രമണങ്ങളും എല്ലാം ദൈവം മാറ്റുവാനിടയിൽ തീരും. അവർ ശരിക്കത് ഈ ഘോരയുദ്ധം, ഈ ആമേൻ കാഠിന്യമേറിയ ഇസ്ലാം സഹോദരന്മാരുടെ ജീവിതത്തിൽ ഒരിക്കലും ആമേൻ സമാധാനം അവർ കണ്ടെത്തുന്നില്ല. ആവശ്യമില്ലാതെ യഹൂദന്മാരെ ഉപദ്രവിക്കരുതെന്നുള്ള ചിന്തയെ അവരുടെ മേൽ വരുന്നില്ല. ഇസ്ലാം സഹോദരന്മാർ ചിന്തിക്കുന്നത്, ഇസ്ലാം വംശക്കാർ വിചാരിക്കുന്നത്, ഹല്ലേലൂയ, അവരുടെ ഹൃദയത്തിലെ ചിന്തയെന്ന് പറയുന്നത് അടുത്ത സഹോദരനെ, യഹൂദനെ, ദൈവത്തെ ആരാധിക്കുന്നവനെ ഒന്ന് ഉപദ്രവിച്ചാൽ, അവരെ കൊന്നു മുടിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്നുള്ള ചിന്ത അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അത് പുണ്യപ്രവൃത്തിയായി തീരുമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ ഹൃദയം കാഠിന്യമേറിയിരിക്കുകയാണ്. ആമേൻ. എന്നാൽ നമ്മൾ ശരിയായ രീതിയിൽ യഹൂദൻ ഒന്ന് ദൈവത്തെ ശരിയായ രീതിയിൽ ഒന്ന് ആരാധിക്കുവാൻ തയ്യാറായാൽ, എങ്ങനെ ആരാധിക്കും? ആത്മാവിൽ ഒന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് യേശുവിലേക്കൊന്ന് തിരിയാൻ തയ്യാറാകുമ്പോൾ നമുക്ക് വിരോധമായി നിൽക്കുന്ന കാഠിന്യമേറിയ ആ വിരോധഭാസങ്ങളെ ദൈവമെന്ന കർത്താവ് മാറ്റുവാനിടയിൽ തീരും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആമേൻ രോഗങ്ങളുണ്ടോ, ഭാരങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, ഞെരുക്കങ്ങളുണ്ടോ, കാഠിന്യമേറിയ അനുഭവങ്ങളുടെ നടുവിലൂടെ നമ്മൾ പലപ്പോഴും എത്ര പേര് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കാഠിന്യമേറിയ അനുഭവങ്ങൾ, കഠിനം, പ്രൈസ് ദി ലോർഡ്, കഷ്ടം കഠിനമാക്കുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ആമേൻ തനിക്കത് അഭിമുഖീകരിക്കാൻ കഴിയാത്ത വിധം വലിയ കാഠിന്യമേറിയ പരീക്ഷകളാണ്, പോരാട്ടങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ വരുവാനായിട്ട് തീർന്നത്. അതിൻ്റെ നടുവിൽ ഇയ്യോബ് തൻ്റെ കഠിന സ്വാധനയിൽ ദൈവത്തോട് പറ്റിയിരിപ്പാനിടയിൽ തീർന്നു. അങ്ങനെ പറ്റിയിരുന്നത് നിമിത്തം തൻ്റെ കഠിന ശോധനയിൽ താൻ ജയം പ്രാപിപ്പാനിടയിൽ തീർന്നു എന്ന് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ കാഠിന്യമേറിയ വിഷയങ്ങൾ കടന്നു വരാം. അതിൽ നമ്മൾ ദൈവത്തോട് പറ്റി ഇരിക്കുക. അതിലൂടെ നമുക്ക് ദൈവം എന്ന കർത്താവ് വിടുതൽ നൽകുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നോക്കിയാൽ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്കിൻ്റെ പുത്രനായ യാക്കോബ്, ഈ 3 പേരെ കാണുവാൻ കഴിയും. എന്നാൽ അവരുടെ പിതാവാകുന്ന അബ്രഹാമിന് ചില ഭാര്യമാരുണ്ടായിരുന്നു, അല്ലേ? നമുക്കെല്ലാവർക്കും അതിന് അബ്രഹാമിൻ്റെ ഭാര്യമാരിൽ ഒന്നാമത്തെ ഭാര്യയാകുന്നു സാറ, അബ്രഹാമിൻ്റെ ഭാര്യ. അബ്രഹാം ആരായിരുന്നു? വിശ്വാസികളുടെ പിതാവായിരുന്നു. അബ്രഹാമിൻ്റെ ആ കാലത്തിൽ, ആ പഴയ നിയമ കാലഘട്ടത്തിൽ അബ്രഹാമിന് സാറ എന്ന ഭാര്യ ഉണ്ടായിരുന്നു. സാറ ആണ് അവരുടെ യഥാർത്ഥ ഭാര്യ. എന്നാൽ ആ സാറയുടെ ജീവിതത്തിൽ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ, തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഹല്ലേലൂയ, അവർക്ക് മക്കളില്ല എന്നുള്ളൊരു വലിയൊരു പോരായ്മ അവരെ ഒത്തിരി ഭരിച്ചിരുന്നു. ഹല്ലേലൂയ. അത് നിമിത്തം അവരുടെ ചാർച്ചക്കാര്, അവരുടെ മിത്രാദികള് ഒത്തിരി കഠിനമായി അവരെ പരിഹസിച്ചു വന്നിരുന്നു. കഠിന ശോധന. മക്കളില്ല എന്നുള്ളത് ഒരു കുടുംബത്തെ സംബന്ധിച്ചോളം ഒത്തിരി പ്രശ്നം ഏറിയ ഒരു വിഷയമാണ്. മക്കളില്ലാത്ത ഒരു വ്യക്തിയെ ലോകക്കാർ ഒത്തിരി അപമാനിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കാഠിന്യമേറിയ ഒത്തിരി അനുഭവങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ, അബ്രഹാമും സാറയും അങ്ങനെ ജീവിച്ചു പോരുമ്പോഴാകുന്നു ഒത്തിരി കാലമായിട്ട് മക്കളില്ല. അങ്ങനെ അബ്രഹാമിൻ്റെ ഭാര്യ പറഞ്ഞു, സാറ പറഞ്ഞു, അബ്രഹാമിനോട് പറഞ്ഞു, നമുക്ക് മക്കളില്ലല്ലോ, ദൈവം നമുക്ക് മക്കൾ തന്നിട്ടില്ല, ആയതുകൊണ്ട് നമ്മളോട് കൂടെയുള്ള മിസ്രൈമ ദാസിയാകുന്ന ഹാഗറിനെ നിനക്ക് ഭാര്യയായി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അബ്രഹാമിന് ഹാഗറിൻ്റെ ദാസിയെ, മിസ്രൈം ദാസിയെ ഭാര്യയായിട്ട് കൊടുത്തു.
ഭാര്യയായിട്ട് കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അബ്രഹാമിന് കാഗറിലൂടെ മകനെ ലഭിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ! മക്കളെ ലഭിപ്പാനിടയിൽ തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിൻ്റെ ഒറിജിനൽ ഭാര്യയുടെ, യഥാർത്ഥ ഭാര്യയുടെ ഗർഭവും തുറന്നു. അവളും പ്രസവിപ്പാനിടയിൽ തീർന്നു. ഇപ്പം രണ്ടുപേരും പ്രസവിച്ചിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ ഭാര്യയാകുന്ന സാറയും പ്രസവിച്ചു. അബ്രഹാമിൻ്റെ മിസ്രൈം ദാസിയാകുന്ന കാഗർ പ്രസവിച്ചിരിക്കുകയാണ്. രണ്ടുപേരും പ്രസവിച്ചപ്പോഴാകുന്നു യഥാർത്ഥ ഭാര്യയാകുന്ന സാറയ്ക്ക് തൻ്റെ ഹൃദയത്തിനകത്ത് കാഠിന്യം പുറപ്പെടുവാനിടയിൽ എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവകാശികൾ രണ്ടുപേര് വന്ന് ജനിച്ചിരിക്കുകയാണ്. അബ്രഹാം അപ്പൻ 1, അമ്മ 2. ഹല്ലേലൂയ! അങ്ങനെ യഥാർത്ഥ ഭാര്യയാകുന്ന സാറയുടെ ജീവിതത്തിൽ സാറ ഹല്ലേലൂയ തൻ്റെ ഹൃദയത്തിൽ ഇനിയിപ്പോൾ അവകാശികൾ 2 പേരായി തീർന്നിരിക്കുകയാണ്. സാറ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് അവൾ കാഠിന്യം കാണിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു മിസ് ദാസിയെ തൻ്റെ ഭർത്താവിന് ഭാര്യയായി കൊടുത്തു. അങ്ങനെ ഒരു മകൻ പിറന്നത് നിമിത്തം, ഹല്ലേലൂയ, കാഗറിന് പിറന്ന മകനാകുന്നു ഇസ്മായേൽ. ഇസ്മായേലിനെ ജന്മം കൊടുപ്പാനിടയിൽ കാഗർ. ഹല്ലേലൂയ! അങ്ങനെ ഇസ്മായേലിനെ കിട്ടിയതിന് ശേഷം സാറയും പ്രസവിച്ചു. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 16:6 മുതൽ ചില വചനങ്ങൾ വായിച്ചാലും അവളെ ഉൽപ്പത്തി പുസ്തകം 16:6 മുതൽ അബ്രാം സാറായിയോട് നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് സാരാംശം എന്ന് പറഞ്ഞാൽ, സാറ ഹല്ലേലൂയ മിസ്രൈം ദാസിയാകുന്ന കാഗറിനോട് ഒത്തിരി കാഠിന്യം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴേ ഒരു കുടുംബത്തിനകത്ത് 2 പേര്, 2 ഭാര്യമാര്, 2 മക്കള്, 2 തരത്തിലുള്ള മക്കള്, ഇസ്മായേലിലും ഇസ്രായേലിലും അങ്ങനെയുള്ള ഒരു വംശങ്ങളുടെ ഉത്ഭവം അവിടെ തുടങ്ങുകയാണ്. ഇസ്രായേലിലും ഇന്ന് ലോകത്തിൽ നോക്കിയാൽ അവരുടെ നടുവിൽ ഒത്തിരി പ്രശ്നമാണ്. ഒത്തിരി ഇസ്മായേലിയരുടെ നടുവിൽ, ഇസ്രായേലിയരുടെ നടുവിൽ ഒത്തിരി പ്രശ്നമാണ്. അന്ന് തുടങ്ങിയതാണ് ഈ കാഠിന്യം. എന്ന് തുടങ്ങി? അവരുടെ ജന്മ ദിവസം തന്നെ തുടങ്ങി, ജന്മനാൽ തുടങ്ങി. 2 അമ്മമാരുടെ ഹൃദയങ്ങളിൽ, അധരങ്ങളിൽ, ഹല്ലേലൂയ ഉറവുകളിൽ നിന്ന് പുറപ്പെട്ടു വന്ന നാൾ മുതൽ അവർക്ക് കാഠിന്യം തുടങ്ങി. പരസ്പര വിരുദ്ധമായ കാഠിന്യത. അങ്ങനെ സാറ വായിച്ചാലും വായിച്ച ഭാഗം, സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ, സാറ കാഗറിനോട്, ഇസ്മായേലിയരുടെ അമ്മയാകുന്ന കാഗറിനോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ട് ഓടിപ്പോയി. കാഗർ സാറയെയും അബ്രഹാമിനെ വിട്ട് ഓടിപ്പോവാൻ വേണ്ടി അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ ഓടിപ്പോകാൻ തയ്യാറായി. ഈ കാഠിന്യ നിമിത്തം ആർക്കും നമുക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. കാഠിന്യം മാറണം. നമുക്ക് കാഠിന്യം, ചിലർ പറഞ്ഞേ അത് കഠിന ഹൃദയം, ഒരു മയവുമില്ല. കഠിന ഹൃദയം ഒന്നും മനസ്സിലാകുന്നില്ല, അവിടെ ഒന്നും ഏൽക്കുന്നില്ല, കഠിനമായിരിക്കുന്നു. കഠിനമായുള്ള ഇവിടെ കാഠിന്യം തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാഠിന്യതകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കാഠിന്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിങ്കിലേക്ക് ശരിയായ രീതിയിൽ ഒന്ന് കണ്ണു ഉയർത്തുമ്പോൾ നമുക്ക് നേരെ നിൽക്കുന്ന കാഠിന്യമെല്ലാം മാറി ദൈവത്താൽ നമ്മൾ നടക്കപ്പെടുവാൻ നമ്മൾ ഇടയെത്തിയിരിക്കും. ഹല്ലേലൂയ! അവിടെ വായിച്ചാലും അവിടെ വായിച്ച ഭാഗം തന്നെ, സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ കാഠിന്യ നിമിത്തം ഓടിപ്പോകുന്ന കാഗറിന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുവാനിടയിൽ തീർന്നു. എന്തിനെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, കാഠിന്യ നിമിത്തം ഒന്ന് ഓടിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പിന്നെ അടുത്തു വരിക. നമ്മളെ പിള്ളേരെ അപ്പനും അമ്മയും ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അപ്പനും അമ്മയിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയാകുന്നു.
അധ്യാപകന്മാര് അടിക്കുന്നുണ്ടെങ്കിൽ അവർ ശരിയായ രീതിയിൽ തങ്ങളുടെ പാഠങ്ങൾ നന്നായി പഠിക്കാൻ വേണ്ടിയാകുന്നു. ദൈവം ഒരുത്തനെ അടിക്കുന്നുണ്ടെങ്കിൽ അവർ ദൈവവഴിയിൽ നന്നായി നടക്കുവാൻ വേണ്ടിയാകുന്നു. ശിക്ഷണ നടപടികളൊക്കെ കാഠിന്യം കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒത്തിരി കാഠിന്യം കാണിക്കാറില്ലേ? രക്ഷകർത്താക്കള് നമ്മുടെ പിള്ളേരുടെ അടുത്ത് കാഠിന്യം കാണിക്കാറില്ലേ? പലപ്പോഴും കാഠിന്യം കാണിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഒത്തിരി കാഠിന്യം കാണിക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് പലപ്പോഴായി കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിട്ട് എനിക്ക് കാഠിന്യം തോന്നും. അവർ നമ്മൾ വിചാരിച്ചതുപോലെ നിൽക്കുന്നില്ലല്ലോ, അവർ വേറെ ഏതൊക്കെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് കാഠിന്യം തോന്നും നമ്മുടെ പിള്ളേരുടെ അടുത്ത്. അത് ലോകസഹജമായി അവർ തിരിഞ്ഞിരിക്കുകയാണ്. അവരത് ഗ്രഹിക്കുകയുമില്ല. എന്നാൽ അവരെല്ലാവരും ഗ്രഹിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ അവർ കാഠിന്യമെല്ലാം അങ്ങ് മാറും. കാഠിന്യം മാറണമെന്ന് നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം. പിള്ളേരായിരുന്നാലും മുതിർന്നവരായാലും ആരായിരുന്നാലും, ഇനി സാറയായിരുന്നാലും കാകറായിരുന്നാലും അബ്രഹാമിന് ആരായിരുന്നാലും ശരിയായ രീതിയിൽ തിരിയും. ഇസ്രായേൽ മക്കൾ ആരായിരുന്നാലും, യഹൂദനായിരുന്നാലും യവനരായിരുന്നാലും ദൈവത്തിങ്കിൽ ശരിയായ തിരിഞ്ഞ് ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാഠിന്യമേറിയ അനുഭവങ്ങൾ അങ്ങ് മാറുവാനിടയിൽ തീരും. ഹല്ലേലൂയ. മുകളെ വായിച്ചാലും ഭാഗം വായിച്ചാലും പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ ശൂര്യന് പോകുന്ന വഴിയുടെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായുടെ ദാസിയായ ഹാഗാറിനെ വിളിച്ചു. ദൈവത്തിന്റെ ദൂതനാണ് വിളിച്ചിരിക്കുന്നത്. കാഠിന്യ നിമിത്തം ഓടിപ്പോകുന്നവൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ശാരീരികമായി ഒത്തിരി ക്ലേശങ്ങൾ അനുഭവിച്ചിട്ട് പലപ്പോഴായി നമ്മൾ ഓടിപ്പോകുന്നവരല്ലേ? ഒരു വിടുതലുമില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവത്തോട് യാചിച്ചിട്ടും വിടുതൽ ലഭിക്കുന്നില്ല. അത് ദൈവം നമ്മളെ കഠിനമാക്കി വച്ചിരിക്കുകയാണ്. കഠിന ഹൃദയത്തിൽ ആക്കി വച്ചിരിക്കുകയാണ്. നമ്മൾ ശരിയായ രീതിയിൽ ഒന്ന് സൂക്ഷ്മതയോടെ ഒന്ന് അന്വേഷിച്ച് തുടങ്ങുമ്പോൾ അവൻ്റെ ഹൃദയം അങ്ങ് അലിയുവാനിടയിൽ തീരും. ഞാൻ പ്രാരംഭത്തിൽ എന്താണോ പറഞ്ഞൊരു മർമ്മത്തെക്കുറിച്ച് പറഞ്ഞു, രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഈ രഹസ്യം ആരും അറിയാതിരിക്കരുത്. കഠിനതയിലൂടെ കഠിന ശോധനകളിലൂടെ ഹല്ലേലൂയ രക്ഷയിലേക്ക് വരുമെന്നുള്ളതാണ് നമ്മൾ വായിപ്പാനിടെ. നേരത്തെ കഠിന ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി അവർ ശരിയായ രക്ഷയിലേക്ക് വരും. യഹൂദൻ ശരിയായ രക്ഷയിലേക്ക് വരും. ഇന്ന് ഇസ്രായേലിൽ യുദ്ധം നടന്ന് അവർ ആ യുദ്ധക്കളത്തിൽ അവരുടെ ആയുധങ്ങളും അവരുടെ ബലവും എല്ലാം അവസാനിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് ശരിക്ക് തിരിഞ്ഞ് അവർ നേരായി വരുവാനിടയിൽ തീരും. അത് വരുന്നത് വരെ അവരുടെ ജീവിതത്തിൽ കഠിന ശോധന ഏറി ഇരിക്കുവാനിടയിൽ തീരും. ദൈവാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഠിന ശോധനയിലൂടെ കടന്നു പോകുകയാണോ? രോഗത്തിലൂടെയാണോ? ഭാരത്തിലൂടെയാണോ? ബുദ്ധിമുട്ടുകളുടെ നടുവിലൂടെയാണോ? എല്ലാ കഠിന ശോധനയും മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഈ ശോധനയൊന്നും കടന്നു വരുന്നത് ശിക്ഷയ്ക്കായിട്ടല്ല, രക്ഷയ്ക്കായിട്ടല്ലേ, തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടത്രേ കടന്നു വരുന്നത് എന്നാകുന്നു ദൈവത്തിൻ്റെ വചനം. അതിനായിട്ട് നമ്മുടെ ഈ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-2 വചനം വേഗത്തിൽ വായിച്ച് അങ്ങ് വിരാമം കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം യെശയ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-3 വചനം ഒന്ന് വായിച്ചില്ല. യെശയ്യാവ് 2:2-3. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. എന്നാൽ അവിടെ പറയുന്ന സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. ഒരു കാലത്ത് ഒഴുകാതിരിക്കുന്ന ജാതികൾ, വംശങ്ങൾ, ഭാഷകൾ, ഗോത്രങ്ങൾ അന്ത്യകാലത്തില് രക്ഷയിലേക്ക് ഒഴുകി വരും. നമ്മളൊക്കെ ഈ രക്ഷയുടെ പർവ്വതത്തിൽ ഒഴുകി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. രക്ഷയ്ക്കായിട്ട് നമ്മൾ ചുമ്മാ വെറുതെ വന്നതല്ല. ഇവിടെ നമ്മുടെ കർത്താവ് രക്ഷകനാണ്, പാപമോചകനാണ്, പാപപരിഹാരകനാണ്. നമ്മളെ കർത്താവ് രക്ഷിക്കും എന്നുള്ള വിശ്വാസത്താലാണ് നമ്മളിവിടെ കൂടി വന്ന് കർത്താവിനെ ആരാധിച്ച് കർത്താവിനിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. വായിച്ചാലും മോളെ ആ ഭാഗം തന്നെ അനേക വംശങ്ങൾ, ഒത്തിരി വംശങ്ങൾ വരുമെന്നാകുന്നു. ഇന്ന് ഇസ്ലാമികളുടെ ഇടയിൽ ഒത്തിരി പേര് മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട യൂതന്മാരുടെ പക്ഷം ചേർന്നുകൊണ്ടിരിക്കുകയാണ്.
സൗദി അറേബ്യ, അങ്ങനെ മസ്കറ്റ്, ഒമാൻ, അങ്ങനെ ഒത്തിരി രാജ്യങ്ങൾ അല്ലെ മാനസാന്തരം, അവിടെയൊക്കെ മാനസാന്തരം വന്നിട്ട് ശരിയായ ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിച്ചാലും മകള് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ തന്റെ വഴികളെ ഉപദേശിക്കുകയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശം. അങ്ങനെ രക്ഷയ്ക്കായിട്ട് നമ്മുടെ ദൈവസന്നിധിയിലേക്ക് അന്ത്യകാലം സകലരും വരും. നമ്മൾ രക്ഷയ്ക്കായി കൂടി വന്നേ മതിയാവും. ഇതിലമേൻ ഈ വഴികളിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അന്ത്യകാലത്ത് സകലരും ഈ വഴി സ്വീകരിക്കും. കർത്താവ് പറഞ്ഞെന്താണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് സകല വംശങ്ങളും സകല ജാതികളും സകല ഭാഷകളും സകല കുലങ്ങളും അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വന്നേ പറ്റൂ. ഹല്ലേലൂയ. തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ കഠിന ശോധനകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ രക്ഷയ്ക്കായിട്ട് കടന്നു വരുന്നവനെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഒന്നിട്ട് വചനങ്ങൾ വേഗം വായിച്ചു വേഗത്തിൽ വരാൻ കൊടുക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 3:1-2 വചനം ഒന്ന് വായിച്ചാലും മോളെ. റോമർ 3:1-2 വചനം. റോമർക്ക് എഴുതിയ ലേഖനം. അവിടെ പറയുന്ന യഹൂദന് എന്ത് വിശേഷത? പരിച്ഛേദനയിൽ പ്രയോജനമുണ്ടോ? എന്നാൽ വളരെയുണ്ട് എന്നത് യോജന പറയുകയാണ്. എന്നാൽ യഹൂദന് എന്ത് വിശേഷത? യഹൂദൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ച് എന്താകുന്നു? യഹൂദൻ എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തെ പാടി സ്തുതിക്കുന്നവർ. യഹൂദൻ ഹല്ലേലൂയ മാനസാന്തരപ്പെട്ടവനാണ്, സ്നാനമേറ്റവനാണ് യഹൂദൻ, യഹൂദൻ. ആ യഹൂദൻ എന്ത് സവിശേഷത എന്ന് ചോദിക്കുകയാണ്. ആ യഹൂദന് സവിശേഷത ഉണ്ട്. വചനം വായിച്ചാലും അല്ല പരിച്ഛേദന മാനസാന്തരത്തിൽ എന്ത് പ്രയോജനം? മാനസാന്തരപ്പെട്ടവരാണ് യഹൂദൻ, ആത്മീയ യഹൂദൻ, ആത്മീയ ഇസ്രായേലൻ. അവന് പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രയോജനമുണ്ട്. സകല വിധത്തിലും ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ സർവശക്തനാകുന്ന ആദ്യനും അന്ത്യനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ കർത്താവിന്റെ വചനങ്ങൾ അവന്റെ വായിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അവന്റെ വായിലൂടെയാകുന്ന രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. അല്ലയ അവന്റെ വായിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. യഹൂദനിലൂടെ ഇതിന് സവിശേഷതകളുണ്ട്. വായിച്ചാൽ തുടർന്ന് ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവന്റെ പക്കൽ സമർപ്പിച്ചിരിക്കുകയാണ്. നമ്മൾക്കിന്ന് ലോകം വിചാരിക്കും യഹൂദനെ കൊണ്ട് എന്ത് പ്രയോജനമെന്ന്, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവൻ, ദൈവത്തെ പാടി സ്തുതിക്കുന്നവനെ കുറിച്ചിട്ട് എന്ത് പ്രയോജനമെന്ന്. വളരെയുണ്ട്. നമ്മളത് വിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലണം. അപ്പോൾ അത് പ്രാപിച്ചെടുക്കുവാനിടയിൽ തീരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കാഠിന്യതകളും നമ്മളോട് കാണിക്കുന്ന കാഠിന്യതകളും ഒക്കെ അങ്ങ് മാറുവാനിടയിൽ തീരും. വചനം പറയില്ലല്ലോ, അനേക വംശങ്ങളാണ് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുമെന്ന് പറയുന്നത്. ലോകത്തിൻ്റെ കാഠിന്യതകൾ വിട്ട്, കഠിനമായ ഉപദേശങ്ങൾ വിട്ട്. ഹല്ലേലൂയ. ഇസ്ലാം മതക്കാരെന്താ പറയുന്നത്? ഇസ്ലാം മതം വിട്ടു പോകുന്നവനെല്ലാം കൊല്ലണമെന്നാണ് പറയുന്നത്. ഇസ്ലാം മതം വിടുകയാണെങ്കിൽ മുസ്ലിമുകളെ കുറിച്ചാണ് പറയുന്നത്. മുസ്ലിമിന്റെ മതം വിട്ടാൽ അവനെ കൊല്ലണമെന്ന് കാഠിന്യ ഉപദേശം. ഇന്ന് കാഠിന്യ ഉപദേശം തിരസ്കരിച്ചുകൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേര്. കഠിനോപദേശം രക്ഷയ്ക്കായിട്ടുള്ളതല്ല. അവന്റെ ആചാരങ്ങളെ വിട്ടാൽ കൊല്ലണമെന്ന്. അത് കഠിന ഉപദേശമാണ്, കാഠിന്യമേറിയ ഉപദേശമാണ് ദൈവാത്മാവ് പറയുന്നു. ഒരു വചനം കൂടി വായിച്ച് വേഗത്തിൽ വരാൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. കുറേ രക്ഷകന്മാരെ കുറിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് ചില വചനങ്ങൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അങ്ങോട്ട് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള ചില വചനങ്ങളെ ഒന്ന് വായിച്ചാൽ ശ്രേയം. മത്തായി 2-ന്റെ 1 മുതൽ 5 വരെയുള്ള അവിടെ ചില രക്ഷകന്മാരെ ദൈവം പ്രസന്റ് ചെയ്തു വച്ചിരിക്കുന്നതായി
കാണുവാൻ കഴിയും. അതിൽ ആമേൻ ഒരു വ്യക്തിയാണ്, ഒരാളാകുന്നു യേശു. വായിച്ചാലും മത്തായി 2:1 മുതൽ. ഹേരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിൽ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ യെരൂശലേമിൽ എത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ തുറന്ന് വായിക്കണം. അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായി ആമേൻ ആമേൻ ഹല്ലേലൂയ. യഹൂദ രാജാവാകുന്ന ആരുടെ കാലത്ത്? ഹേരോദാവിന്റെ കാലത്ത്. ഹേരോദാവ് ഇസ്രായേലിൽ രാജാവായി വാണിരിക്കുന്ന കാലഘട്ടം. ഇസ്രായേലിൽ രക്ഷകനായിട്ട്, ഇസ്രായേലിന്റെ രക്ഷയ്ക്കായിട്ട് ഇന്ന് നെഹമ്യാവ് ഭരിക്കുന്നത് പോലെ അന്ന് ഹേരോദാവ് ഭരിക്കുന്ന ഒരു കാലഘട്ടം. ഇസ്രായേലിനെ ഇന്നത്തെ നെഹമ്യാവിന് എന്താകുന്നു ഇസ്രായേലിനെ കുറിച്ചുള്ള ദൗത്യം? ഇസ്രായേലിനെ രക്ഷിക്കുക, ഇസ്രായേലിലെ എല്ലാ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകന്റെ സ്ഥാനത്താകുന്നു നെഹമ്യാവ്. അന്നത്തെ കാലത്തെ കുറിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ, ആമേൻ, ഹേരോദാവാകുന്നു അന്ന് ഭരിച്ചിരുന്നത്, ഇസ്രായേലിന് വേണ്ടി രക്ഷ ചെയ്തുകൊണ്ടിരുന്ന, ദൈവത്തോടും മനുഷ്യനോടും ഒക്കെ പൊരുതിക്കൊണ്ടിരുന്നത് ഹല്ലേലൂയ ഹേരോദാവായിരുന്നു. ആ ഹേരോദാവിന്റെ കാലത്താകുന്നു യേശു രക്ഷകൻ ജനിപ്പാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ. വായിച്ചാലും തുടർന്ന് അവിടെ ഹേരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിൽ എത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹേരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെ ആകുന്നു ജനിക്കുന്നതെന്ന്. ആമേൻ ഹല്ലേലൂയ. യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ യഹൂദ രാജാവായി ഹേരോദ ഇസ്രായേൽ വാഴുന്ന കാലത്തിലാകുന്നു നമ്മുടെ കർത്താവാകുന്ന യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിപ്പാനിടയായി തീർന്നത്. എന്തിനു വേണ്ടി ജനിച്ചു എന്ന് ചോദിച്ചാൽ ആമേൻ നാടുവാഴിയാകുന്ന ഹല്ലേലൂയ ഹേരോദാവ് നാടുവാഴിയായിരിക്കുന്ന കാലമാണ്. എന്നാൽ നാടുവാഴിയെ കൊണ്ട് ലോകത്തിന് രക്ഷ നൽകുവാൻ സാധ്യമല്ല. എന്നാൽ ലോകത്തെ രക്ഷിക്കുന്ന യേശു ആമേൻ ആ കാലഘട്ടത്തിന് നടുവിൽ ബേത്ലഹേമിൽ ഭോജാതനാണ്. യേശുവിലൂടെ നമുക്ക് എല്ലാവർക്കും രക്ഷയുണ്ട്. യേശുവിലൂടെ പാപമോചനവും, യേശുവിലൂടെ പാപപരിഹാരവും, യേശുവിലൂടെ രോഗത്തിനും ശാപത്തിൽ നിന്ന് എല്ലാത്തിൽ നിന്നും വിടുതൽ യേശുവിലൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. പാപികൾക്ക് പാപമോചനത്തിലൂടെ രക്ഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാപത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന യേശുവിലൂടെയുള്ള രക്ഷ. ആമേൻ. യേശുവിൽ വിശ്വസിക്കുന്നവരിലൂടെ രക്ഷ. അങ്ങനെ രക്ഷകൻ നമ്മുടെ കർത്താവ് ആമേൻ ഹേരോദാവിൻ്റെ കാലത്ത് ആമേൻ ബേത്ലഹേമിൽ ഭോജാതനാകുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അവൻ്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാഠിന്യമേറിയ അനുഭവങ്ങളുടെ നടുവിലും നമ്മൾ ശരിയായി കർത്താവിനെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ശ്രമിച്ചാൽ, കർത്താവിനെ ശരിക്കൊന്ന് ശരിയായ രീതിയിലൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആമേൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാഠിന്യങ്ങൾ, നമ്മുടെ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ ആമേൻ എല്ലാം മാറുവാനിടയിൽ തീരും. ആമേൻ. അതൊരു ആമേൻ ഹല്ലേലൂയ അതൊരു രഹസ്യകരമായ കാര്യമാണ്. നമ്മുടെ ശരിയായ ഒരു പരിവർത്തനം, ശരിയായ ഒരു ആരാധന, ശരിയായി ഒന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ കാഠിന്യങ്ങളും മാറുവാൻ്റെ തീരം. പ്രൈസലോ എന്ന പകൽക്കാലത്തിൽ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന മക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വം. കർത്താവേ, എല്ലാവരുടെ ജീവിതത്തിൽ നിന്നും തങ്ങളുടെ ജീവിതത്തിലുള്ള കഠിന ശോധനകൾ മാറിപ്പോകട്ടെ എന്ന് പകൽക്കാലത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരുന്നവരുടെ ജീവിതത്തിൽ കർത്താവേ, അവരുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകൾ, അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ കഴിയാത്തതുള്ള ഭാരങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, ഇല്ലായ്മകൾ, അതൊക്കെ കഠിനമായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ പലരുടെ ജീവിതത്തിൽ. സ്തോത്രം. ഉപദ്രവങ്ങൾ, പലരാലുള്ള ഉപദ്രവം. കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ തമ്മിലുള്ള വൈര്യം കഠിനമായിരിക്കുന്നു. എനിക്ക് താങ്ങുവാൻ കഴിയുന്നില്ല എന്നുള്ള അനുഭവങ്ങൾ. മറ്റുള്ള ജീവിതത്തിലെ രോഗങ്ങൾ എന്നെ കഠിനമായി വേദനിപ്പിക്കുന്നു. ഞാൻ കാഠിന്യം അനുഭവിക്കുന്നു. കാഠിന്യത്തെ ഒന്ന് മാറ്റി തരണമേ. നമ്മൾ ശരിയായി ഒന്ന് ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ എല്ലാ കഠിനതകളും അങ്ങ് മാറുവാൻ്റെ തീരും. നമ്മൾ കാകറിനെ കുറിച്ച് ചിന്തിപ്പാനിടെ കാകറിൻ്റെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ കാഠിന്യമേറിയ അനുഭവങ്ങൾ, തൻ്റെ യജമാനത്തിയാകുന്ന ഹല്ലേലൂയ സാറയിൽ നിന്ന് കാഠിന്യമേറിയപ്പോൾ, കാഠിന്യമേറിയ വാക്കുകളും പ്രവർത്തനങ്ങളും വന്നപ്പോൾ താൻ ഓടിപ്പോയി. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ അവളെ എതിർപ്പെട്ട് വന്നു. അബ്രഹാമിൻ്റെ ഭാര്യയാകുന്ന കാകറെ, നീ എവിടെ ഓടിപ്പോകുന്നു? നീ ഓടിപ്പോകേണ്ട, നീ മടങ്ങിച്ചെന്ന് ഹല്ലേലൂയ കാകറിനെ കീഴടങ്ങിയിരിക്കുക. നമ്മൾ ദൈവസന്നിധിയിൽ കീഴടങ്ങിയിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ദൈവത്തിന് ശരിയായ രീതിയിൽ മടങ്ങി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള കാഠിന്യതകളെല്ലാം മാറും. നമ്മൾ പലപ്പോഴും ഒത്തിരി പ്രാവശ്യങ്ങൾ സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒത്തിരി കഠിനമായ അനുഭവങ്ങൾ, പിന്നെ ചില അനുഭവങ്ങൾ നോക്കുമ്പോഴും നല്ല സന്തോഷകരമാകുന്ന അനുഭവങ്ങൾ, ചിലപ്പോൾ ഹൃദയം വരെ അലിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പലരുടെ ജീവിതത്തിൽ നിന്ന് കാഠിന്യം മാറിയിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന പകൽക്കാലത്തിൽ കർത്താവേ, കഠിനമായി ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും മുറിവേറ്റ്, ആരെങ്കിലും രോഗിയായിരിക്കുന്നുവെങ്കിൽ, എല്ലാവരുടെ ബുദ്ധിമുട്ടുകളെയും പകൽക്കാലത്തിൽ അങ്ങ് മാറ്റണമപ്പ. അവിടെ ജീവിതം നല്ല സൗഭാഗ്യകരമാകുന്ന അനുഭവങ്ങളെ അങ്ങ് നൽകണമപ്പ. എല്ലാവരെയും സമ്പൂർണ്ണമായി സമർപ്പണം ചെയ്യുകയാണ്. മുതിർന്നവരെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും അപ്പ, എല്ലാവരും ദൈവത്താലെ വളരുവാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി. എല്ലാവരും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മാനമകത്ത് പോയിച്ചെല്ലാം അങ്ങേക്ക് തരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ.